السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم فصل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. قال الله تعالى في القرآن الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. صدق الله العظيم. وقال سيدنا محمد رسول الله صلى الله عليه وسلم: آية الإيمان حب الأنصار وآية النفاق بغض الأنصار، أو كما قال صدق رسول الله صلى الله عليه وسلم: قيامي للعزيز علي فرض وترك الفرض ما هو مستقيم. عجبت لمن له عقل وفهم يرى هذا الجمال ولا يقوم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും സ്നേഹാദരവ് നിറഞ്ഞ സയ്യിദ് അവർകളെ, മറ്റു സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, അറിവിന്റെ പുലരിയിലേക്ക് എന്ന ഗ്രൂപ്പിലുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവന്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് ചെയ്തു തരട്ടെ. ശിഷ്ടകാലം അല്ലാഹുവിനോർത്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. നമ്മിലുള്ള രോഗികൾക്ക് അല്ലാഹു ഷിഫാഇനെ കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ഉപ്പയടക്കം എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ആ വഴിയെ നമ്മളും സഞ്ചരിക്കുമ്പോൾ അല്ലാഹു തആല നമ്മളോട് കരുണ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ റബീഇന്റെ ഈ മാസത്തിൽ എന്തെല്ലാം നന്മകൾ നമ്മൾ ചെയ്യുന്നുവോ അല്ലാഹു മുസ്തഫായ നബിയുടെ മഹബത്ത് ലഭിക്കാൻ അതെല്ലാം ഒരു സൗഭാഗ്യം അല്ലാഹു മാറ്റിത്തരട്ടെ. മുസ്തഫായ നബിയുടെ മദീനയിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹു തആല എത്തിച്ചേരട്ടെ. എമ്പാടും തവണ മുസ്തഫായ നബിയുടെ പച്ചക്കുബയുടെ താഴെ ചെന്നുകൊണ്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സ്വലാത്ത് സലാം ചെല്ലാൻ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. ഹബീബായ നബി ഒരിക്കലെങ്കിലും അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരട്ടെ. അവസാനം മുസ്തഫായ നബിയുടെ ജിവാറിൽ അല്ലാഹുവിന്റെ ലിഖായിലായി നമ്മെ, നമ്മുടെ കുടുംബത്തെയും സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ജല്ല ജലാലു പറയുന്ന വർത്തമാനമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ നബിയെ അങ്ങ് പറയണം, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക ആ റഹ്മത്ത് കൊണ്ട്, ഫല്യഫ്റഹു അവർ സന്തോഷിക്കട്ടെ. റഹ്മത്ത് ഏതാണ്? ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് ഏതാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന വിശദീകരണത്തിൽ കാണാം. ഈ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പരിശുദ്ധമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിശുദ്ധ ഖുർആൻ നസ്സായി പറഞ്ഞതാണല്ലോ, മാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, അങ്ങ് ലോകങ്ങൾക്ക് മുഴുവനും റഹ്മത്താണ്. ആ റഹ്മത്തായിട്ടല്ലാതെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല, അയച്ചിട്ടില്ല നബിയെ. ലോകത്തിന് മുഴുവനും റഹ്മത്താണ്. മുത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തായ റസൂലുള്ള റഹ്മത്താണ് എങ്കിൽ ആ റഹ്മത്തായ ഹബീബിനെ കൊണ്ട് സന്തോഷിക്കണേ എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ വർത്തമാനമാണ്. ആ അള്ളാഹുവിന്റെ ഹബീബിനെ ഓർത്ത് സന്തോഷിക്കുന്നുണ്ട്. ലോകത്തിന്റെ മുഴുവൻ ഹബീബിനോടുള്ള മഹബത്തിന്റെ വർത്തമാനം പറഞ്ഞു തീർക്കാൻ ആവാത്ത മുഴുവൻ വിശ്വാസികളുടെ കൽബിലും ഹബീബിനോടുള്ള പ്രണയത്തിന്റെ വർത്തമാനം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
ഹബീബിനെ ഓർത്ത് സന്തോഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. മൗലിദുകളുടെ അലയൊലികൾ അന്തരീക്ഷത്തിൽ എല്ലാ ദിവസങ്ങളും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹബീബിന്റെ മദ്ഹുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വിശ്വാസികൾ ഹബീബിൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസികൾ മുഴുവനും ഹബീബിനെ വർണ്ണിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹബീബിന് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പല ആളുകളും ഇന്ന് റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക് അവരതാ ഹബീബിനെ ഓർത്ത് സന്തോഷിക്കുന്നു, നബിദിനം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന ആളുകളുണ്ട്. അവരോട് വർത്തമാനമേ ഇല്ല. വിശുദ്ധ ഖുർആനിന്റെ വർത്തമാനം നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്. അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്ത് സന്തോഷിച്ചോളൂ. അത് റബീഅ് വരുമ്പോ ഹബീബിന്റെ മാസമാണ്, 12 വരുമ്പോ ഹബീബ് ജനിച്ച ദിവസമാണ് എന്നുള്ള അർത്ഥത്തിൽ വിശ്വാസികൾ അതിൽ സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. വേണ്ടതെല്ലാം ഹബീബിന് സന്തോഷമാകുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബിനെ ഓർത്ത് സന്തോഷിച്ചാൽ രക്ഷപ്പെടാൻ കഴിയും. ഹബീബിന്റെ അരികിലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, മത്തസ്സാഅതു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ സംഭവിക്കുക? ആ സമയത്ത് ആഗതനായ മനുഷ്യനോട് ഹബീബ് ചോദിക്കുന്നുണ്ട്, മാദാ അഅദത്ത ലഹാ, ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോ ഈ കാണുന്ന അണ്ടകടാഹങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുമല്ലോ, അപ്പൊ നിങ്ങളും മരണപ്പെടുമല്ലോ. ആ ഖിയാമത്ത് നാളിന് വേണ്ടി നിങ്ങൾ ഒരുക്കി തയ്യാറാക്കി വെച്ചത് എന്താണ്? ആ സമയത്താണ് ഹബീബിനോട് ഈ സ്വഹാബി പറയുന്നത്, അല്ലാഹുവിന്റെ നബിയെ, മാ അഅദത്തു ലഹാ മിൻ കസീരി സ്വലാത്തിൻ വലാ സൗമിൻ വലാ സദഖ, നബിയെ, ആ ഖിയാമത്ത് നാളിനെ സ്വീകരിക്കാൻ എന്റെ കയ്യിൽ സുന്നത്തായ നോമ്പുകളോ സുന്നത്തായ നിസ്കാരങ്ങളോ സുന്നത്തായ ദാനധർമ്മങ്ങളോ കൂടുതലൊന്നുമില്ല നബിയെ. പക്ഷേ എന്റെ കയ്യിലുള്ളത് ഒന്ന് മാത്രമാണ്. വലകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ്, അല്ലാഹുവിന്റെ നബിയെ, എന്റെ കയ്യിൽ അള്ളാഹുവിനോടുള്ള മഹബത്തുണ്ട്, അവന്റെ റസൂലാകുന്ന അങ്ങയെയും ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് നബിയെ. ഈ മഹബത്തല്ലാതെ കൂടുതലായി എന്റെ കയ്യിൽ ഇബാദത്തൊന്നുമില്ല നബിയെ. മഹബത്ത് എന്റെ കയ്യിലുണ്ട് നബിയെ. ആ സമയത്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അന്ത മഅമൻ അഹ്ബബ്ത, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോട് കൂടെ ആയിരിക്കും നിങ്ങളെന്ന്. പ്രേമത്തിന്റെ വർത്തമാനം പറയുന്നവരായ വിശ്വാസികളെ, അള്ളാഹുവിന്റെ ഹബീബിനോട് സ്നേഹം കൽബിലേക്ക് വന്നാൽ ആ ഹബീബിന്റെ കൂടെ നാളെ സുഖലോക സ്വർഗത്തിലുണ്ടാകും. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മഹാനാകുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ ഫരിഹനാ ബഅദൽ ഇസ്ലാമി ഫർഹൻ അശദ്ദ മിൻ ഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നക മഅമൻ അഹ്ബബ്ത. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ഫരിഹനാ ബഅദൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞങ്ങൾ ഇത്ര സന്തോഷിച്ചിട്ടില്ല. ഈ വാക്ക് കേട്ട അത്ര സന്തോഷം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഫഇന്നക മഅമൻ അഹ്ബബ്ത, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോട് കൂടെയാണ് എന്ന് പറഞ്ഞ ഈ വാക്കിന്റെ അത്ര സന്തോഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഭൂമി ലോകത്ത് വെച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇത് പറയുന്നത് അനസ് ഇബ്നു മാലിക്കാണ് റളിയല്ലാഹു അൻഹു. ആരാണ് അനസ് എന്ന് പഠിക്കണം. അപ്പോഴേ ഇതിന്റെ വാക്കിന്റെ വർത്തമാനത്തിന്റെ അർത്ഥം എത്ര ആഴത്തിലുള്ളതാണെന്ന് അറിയുകയുള്ളൂ. മക്കയിൽ 13 വർഷം പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും പ്രബോധനത്തിന്റെ കാലമാണ്. ആ സമയത്ത് മദീനയിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ട് ഹബീബിനോട് പറയുന്നുണ്ട്, നബിയെ, അങ്ങ് മദീനയിലേക്ക് പോരി നബിയെ, അങ്ങേക്കൊരു പ്രയാസവും വരില്ല നബിയെ, അങ്ങേ ഞങ്ങൾ പൊന്നുപോലെ നോക്കാം നബിയെ, എന്തിനാ ഇങ്ങനെ അങ്ങ് ഇവിടെ നിന്ന് പ്രയാസപ്പെടുന്നത്? ആ സമയത്ത് പറയുന്നുണ്ട്, ആകാശത്ത് നിന്ന് വഹയുമായി കൊണ്ട് ജിബ്രീൽ വന്നാലല്ലാതെ അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ഞാൻ പോരാൻ ഒരുക്കമില്ല.
അവസാനം വഹയുമായി കൊണ്ട് ജിബ്രീൽ പറയുന്നുണ്ട് നബിയെ, വന്നുകൊണ്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ സമ്മതമുണ്ട് നബിയെ, അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ആ സമയത്ത് ഹബീബ് പുറപ്പെടുന്നുണ്ട്. സഫർ 27-നാണ് മക്കയിൽ നിന്ന് ഹിജറ പുറപ്പെടുന്നത്. 3 ദിവസം സൗർ ഗുഹയിലാണ്. 3 ദിവസം എന്ന് പറഞ്ഞാൽ സഫർ 30 പിന്നെ അവിടെ നിന്ന് 8 ദിവസം യാത്ര ചെയ്ത് മദീനയിലേക്ക് മസ്ജിദ് ഖുബയുടെ ചാരത്തെത്തി. റബീഉൽ അവ്വൽ 8-ന് മസ്ജിദ് ഖുബയുടെ ചാരത്തെത്തുകയാണ്. പിന്നെ 4 ദിവസം മസ്ജിദ് ഖുബയിലാണ്. റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് മദീനയിലേക്ക് കടന്നു വരുന്നുണ്ട് മുസ്തഫായ റസൂലുള്ളാഹ്. മക്കയിൽ നിന്ന് ഹബീബ് ഹിജറ വരുന്നുണ്ട് എന്ന് അറിഞ്ഞ് മരത്തിന്റെ മുകളിലും മലമുകളിലും അല്ലെങ്കിൽ വീട്ടിന്റെ മച്ചിന്റെ മുകളിലും കയറി കാത്തിരിക്കുന്നുണ്ട്. ഹബീബ് വരുന്നുണ്ട്, ആ ഹബീബിനെ ഞങ്ങൾക്കാണ് ആദ്യം കാണേണ്ടത് എന്ന് വിചാരിച്ച് ഈത്തപ്പനയോലയിൽ കയറ് കെട്ടിയിട്ട് ഈത്തപ്പനയോലയിൽ ചാരി മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ആ മരത്തിന്റെ മുകളിൽ നിന്ന് വീഴരുതേ എന്ന് വിചാരിച്ച് അവസാനം ആ മദീനയിലേക്ക് ഹബീബ് കടന്നു വരുന്നുണ്ട്. വലിയ ആളുകളെല്ലാം ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദുൻ, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ്. അവർ ഉറക്കെ പറയുന്നതാണ്, അതാ വരുന്നു, മുഹമ്മദ് വരുന്നുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി കടന്നു വരുന്നുണ്ട്. എല്ലാവരും ആനന്ദത്തിലാണ്. പരിശുദ്ധ റബീഉ കടന്നു വന്നപ്പോഴേക്ക് നമ്മുടെ മനസ്സിലും നമ്മുടെ നാവിലും കടന്നു വന്നൊരു ബൈത്തുണ്ടല്ലോ, ത്വാലൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംരിൽ മുതാഇ ജിഅത ശറഫ്തൽ മദീന മർഹബാ യാ ഖൈറ ദാഇ. മദീനയിലേക്ക് ഹബീബ് കടന്നു വരുമ്പോ അവർ പാടിയിട്ടുണ്ടല്ലോ ഈ ബൈത്ത്, നമ്മളുടെ നാവിലൂടെയും വന്നിട്ടുണ്ടല്ലോ. ഈ ബൈത്ത് ആരാണ് പാടിയതെന്നറിയുമോ? അൻസാറു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻസാറുകളായ ഹബീബിന്റെ സ്വഹാബത്താണ് പാടിയത്. ത്വലഅൽ ബദ്റു അലൈനാ, 14-ാം രാവിന്റെ പൂർണ്ണചന്ദ്രൻ ഇതാ ഞങ്ങളുടെ മേൽ ഉദിച്ചിട്ടുണ്ട്. മിൻ സനിയാത്തിൽ വദാഅ്, സനിയത്തുൽ വിദാഇൽ നിന്ന് ഞങ്ങളിലേക്ക് ഇതാ പൂർണ്ണചന്ദ്രനാകുന്ന ഹബീബ് കടന്നു വന്നിട്ടുണ്ട്. വജബ ശുക്രു അലൈനാ, ആ ഹബീബാകുന്ന റഹ്മത്ത് കടന്നു വന്നപ്പോ ശുക്ർ ചെയ്യൽ ഞങ്ങളുടെ മേൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ മദീനയുടെ ആനന്ദം കൊണ്ടിട്ടുണ്ട്. മദീനക്കാർ മുഴുവനും സന്തോഷിച്ചിട്ടുണ്ട്. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൻ നിഫാഖി ബുഗ്ളുൽ അൻസാർ. അൻസാറുകളായ സഹാബത്തിനെ സ്നേഹിക്കൽ ഈമാനിന്റെ അടയാളമാണ്. അൻസാറുകൾ മദീനയിൽ ഹിജറ വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ച, സഹായിച്ച, ആനന്ദത്തോടെ സ്വീകരിച്ച, ആനയിച്ച ആളുകളാണ് അൻസാറുകളായ സ്വഹാബത്ത്. അവരെല്ലാവരും ഹബീബിന്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് ഹബീബിനോട് പറയുന്നുണ്ട്, നബിയേ അങ്ങ് വരൂ നബിയേ ഞങ്ങളുടെ വീട്ടിലേക്ക്. അവർ ദഫ് മുട്ടി പാട്ടുപാടി സ്വീകരിച്ചിട്ടുണ്ട്. കുട്ടികളും വലിയ ആളുകളും ദഫ് മുട്ടിയിട്ടല്ലേ ഹബീബിനെ സ്വീകരിച്ചത്, പാട്ടുപാടിയിട്ടല്ലേ ഹബീബിനെ സ്വീകരിച്ചത്. ആ റബീഉൽ അവ്വൽ 12-ന് മദീനയിലേക്ക് കടന്നു വരുമ്പോ മുസ്തഫായ റസൂലുള്ളാഹിയുടെ അരികിലേക്ക് ആളുകൾ കൂട്ടം കൂടിയിട്ട് അള്ളാഹുവിന്റെ നബിയോട് പറയുന്നുണ്ട്, നബിയേ അങ്ങ് വരി നബിയേ, ഞങ്ങളുടെ വീട്ടിൽ എല്ലാ സൗകര്യവും ഉണ്ട്, എന്താണോ വേണ്ടത്. ആ സമയത്താണ് ഒട്ടകത്തിന്റെ കയറ് പിടിച്ച ഹബീബ് പറയുന്നത്, ദഊഹാ, ആ ഒട്ടകത്തിന്റെ പിന്നാലെ
ഓരോരുത്തരും ആഗ്രഹത്തോടെ അഭിലാഷത്തോടെ കാത്തിരുന്ന ഹബീബിനെ ആ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള ആശയോടുകൂടെ ഹബീബിനോട് വരി എന്ന് പറയുന്ന സമയത്താണ് ഹബീബ് പറയുന്നത്, എന്റെ ഒട്ടകം ഖസ്വാ ദഉഹാ ഫഇന്നഹാ മഅ്മൂറാ. ഈ ഒട്ടകത്തിനെ നിങ്ങൾ വിട്ടേക്കണേ, ഈ ഒട്ടകത്തിനോട് അള്ളാഹുവിന്റെ കൽപ്പനയുള്ളതാണ്. ഈ ഒട്ടകത്തിനറിയാം ഈ ഒട്ടകം എവിടെയാണ് മുട്ടുകുത്തേണ്ടത് എന്ന്. അതുകൊണ്ട് ഒട്ടകത്തിന്റെ വഴിക്ക് പോയിക്കൊള്ളട്ടെ. ഒട്ടകത്തിനറിയാം ഈ ഒട്ടകം മുട്ടുകുത്തേണ്ടത് എവിടെയാണെന്ന്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലേക്ക് കടന്നു ചെന്ന് ആ വീട്ടിന്റെ മുറ്റത്ത് ഒട്ടകം മുട്ടുകുത്തുന്നുണ്ട്. ഹബീബിന്റെ അരികിലേക്ക് ആളുകൾ ഓടിക്കൂടുന്നുണ്ട്. അവരുടെ കൈകളിലുള്ള സമ്മാനങ്ങൾ, വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ മുസ്തഫ നബിക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ അനസ് ഇബ്നു മാലിക്കിന്റെ സംഭവത്തിൽ നിന്നാണ് ഈ സംഭവത്തിലേക്ക് വന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ വാക്ക് കേട്ടത്ര സന്തോഷം എനിക്കുണ്ടായിട്ടില്ല. ഏത് വാക്ക്? നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടുകൂടെയാണ്. അനസ് ഇത്രത്തോളം സന്തോഷിക്കാനുള്ള കാരണം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഒരേ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് മുസ്തഫ റസൂലുള്ളാഹിയാണ്. തിരിച്ചു വരട്ടെ, ആ ആളുകൾ കൂട്ടം കൂടി സമ്മാനം കൊടുക്കുന്ന അവരുടെ കൂട്ടത്തിലുണ്ട് ഒരു ഉമ്മയും 8 വയസ്സുള്ള മകനും. ആ ഉമ്മയുടെ പേരാണ് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ. ആ മകന്റെ പേരാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 8 വയസ്സുള്ള മകനാണ്. ആ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് എത്തി നോക്കുകയാണ് മഹാനാകുന്ന അനസ് ഇബ്നു മാലിക്. ഹബീബായ നബിയെ ആ മുഖം ഇങ്ങനെ കണ്ടപ്പോഴാണ്, ഹബീബിന്റെ മുഖം ഇങ്ങനെ കണ്ടപ്പോഴാണ് അനസ് ഇബ്നു മാലിക് ഉമ്മയെ തോണ്ടി ചോദിക്കുന്നത്, ഉമ്മാ അതാണോ റസൂലുള്ളാഹ്? എത്ര മനോഹരമായ മുഖമാണ്. അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗഖ നൂരി അന്ത ഇഖ്സീറുൻ വഗാലി അന്ത മിസ്ബാഹു സുദൂർ. അങ്ങ് സൂര്യനല്ല, അങ്ങ് ചന്ദ്രനല്ല, അതിനേക്കാൾ തോൽക്കുന്ന ഭംഗിയാണ്. എന്തൊരു ഭംഗിയാണ് ഹബീബിനുള്ളത്. ആ ഹബീബിന്റെ മുഖം ഇങ്ങനെ കണ്ടപ്പോഴാണ് മഹാനാകുന്ന അനസ് ഇബ്നു മാലിക് ചോദിക്കുന്നത്, നബിയെ ഉമ്മാ അതാണോ മുഹമ്മദുൻ റസൂലുള്ളാഹ്? എത്ര ഭാഗ്യമുള്ള കണ്ണുകളാണ്, എത്ര ഭാഗ്യമുള്ള കണ്ണുകളാണ് അവരുടെ കണ്ണ്. ആ ഹബീബിനെ കണ്ടവരെല്ലാം വിജയിച്ചിട്ടില്ലേ? മൻ റആ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈൻ. മൻ റആ വജ്ഹക യസ്അദ്. ഹബീബായ നബിയേ, അങ്ങയെ കണ്ടവർ വിജയിച്ചു പോയിട്ടില്ലേ നബിയേ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉമ്മയെ തോണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, അതാണോ റസൂലുള്ളാഹ്? അതാ മോനെ റസൂലുള്ളാഹ് എന്ന് ഉത്തരം കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഉമ്മു സുലൈം ബീവി കടന്നു ചെന്നുകൊണ്ട് ഉമ്മു സുലൈം ബീവി ഹബീബിനോട് പറയുന്നുണ്ട്, നബിയേ, എല്ലാവരും അങ്ങേക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും എല്ലാം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഉമ്മു സുലൈമിന് അങ്ങേക്ക് തരാൻ ഒരു സമ്മാനങ്ങളുമില്ല നബിയേ. ഞാൻ തരുന്ന സമ്മാനം അങ്ങ് സ്വീകരിക്കണേ നബിയേ. 8 വയസ്സ് മാത്രം പ്രായമായ തന്റെ പൊന്നുമോനാകുന്ന അനസ് ഇബ്നു മാലിക്കിന്റെ കൈ പിടിച്ച് ഹബീബിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട്, നബിയേ, ഇതെന്റെ പൊന്നുമോനാണ്. ഇനി അങ്ങയുടെ ഖാദിമായിട്ട്, അങ്ങയുടെ സർവന്റായിട്ട്, അങ്ങേക്ക് എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു തരാൻ എന്റെ പൊന്നുമോനാകുന്ന അനസിനെ ഞാൻ അങ്ങേക്ക് സമ്മാനമായി തരികയാണ്. ആകെയുള്ള പൊന്നുമോന് കൊടുക്കുകയാണ്. ഒന്നും കൊടുക്കാനില്ല ഹബീബിന്. തന്റെ പൊന്നുമോനെ ഹബീബിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഹബീബിന്റെ അവസാന ശ്വാസം വരെ കൂടെയുണ്ടായിട്ടുണ്ട്. മഹദിയാകുന്ന ഫാത്തിമത്തു സഹറ ബത്തൂൽ ഹബീബിന്റെ വഫാത്ത് കഴിഞ്ഞ് ഹബീബിന്റെ
ജനാസ മറമാടി തിരിച്ചു വരുന്ന അനസിനോട് ചോദിക്കുന്നുണ്ട്, അനസേ, എങ്ങനെ ഹബീബിന്റെ ഖബറിലേക്ക് മണ്ണ് വാരിയിടാൻ തോന്നി അനസേ എന്ന് ഫാത്തിമ മോൾ ചോദിക്കുന്നുണ്ട്. തിരിച്ചു വരട്ടെ, ഹബീബിന്റെ അവസാനം വരെ 10 വർഷത്തോളം, ഏകദേശം 20 വയസ്സോളം, 18 വയസ്സോ കഴിയുന്നത് വരെ ഹബീബിന്റെ ഖാദിമായി കൂടെ ഉണ്ടായിരുന്ന അനസാണ് പറയുന്നത്. എല്ലാത്തിലും അനസ് കൂടെയുണ്ട്, യാത്രയിലുണ്ട്, സുഖദുഃഖങ്ങളിലുണ്ട്, എല്ലാ സമയത്തും അനസുണ്ട്. ആ അനസാ പറയുന്നത്, ഫഇന്നക മഅ മൻ അഹ്ബബ്ത എന്ന വാക്ക് കേട്ട അത്ര സന്തോഷം ഭൂമി ലോകത്ത് അതിന്റെ മുന്ന് പിന്നെയോ എനിക്കുണ്ടായിട്ടില്ല. 8 വയസ്സാകുന്ന സമയത്ത്, ഉമ്മാക്ക് ഒന്നും കൊടുക്കാനില്ലാത്ത സമയത്ത്, തന്റെ പൊന്നുമോനാകുന്ന അനസിനെ കൊടുത്തിട്ടുണ്ട് സമ്മാനമായിട്ട്. പൊന്നു മുഅ്മിനീങ്ങളെ, ഹബീബിന് വേണ്ടി എന്താ നമ്മൾ ചെയ്തത്? ഹബീബിനെ ഓർത്ത് സന്തോഷിക്കണ്ടേ? ഹബീബിന്റെ മദ്ഹ് പാടണ്ടേ? ഹബീബിന്റെ മൗലിദുകൾ ഓതണ്ടേ? ഹബീബിനെ മദ്ഹ് പറയണ്ടേ? ഹബീബിനെ കേൾക്കണ്ടേ? ഹബീബിനെ ഓർത്ത് കരയണ്ടേ? ഹബീബിനെ ഓർത്ത് സന്തോഷിക്കണ്ടേ? ഹബീബിന്റെ പച്ചക്കുബ്ബയുടെ ചാരെ പോകണ്ടേ? ഭരിക്കുന്ന സമയത്ത് ഹബീബ് കൂടെ വേണ്ടേ? ഖബറിൽ ഹബീബ് കൂടെ വേണ്ടേ? മഹ്ശറയിൽ ഹബീബ് കൂടെ വേണ്ടേ? സിറാത്തിന്റെ അരികിൽ കൂടെ വേണ്ടേ? നാളെ സ്വർഗത്തിലും കൂടെ വേണ്ടതല്ലേ ഹബീബ് റസൂലുള്ളാഹ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും കൂടെ നിൽക്കേണ്ടത് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അൻത തത്ലുഉ ബൈനനാ في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي أنت منجينا ودا من شفاعتك الصفاء من لنا مثلك يا سيدي خير النبي ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الله സ്വീകരിക്കട്ടെ. വാഹിറു ദഅവതീന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.